1 പത്രോസ് 5 കണ്ടിന്യൂഷനാണ്. ഈ പത്യവചനം പത്യോപദേശം പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ സഭയെ ഉപദേശിച്ചാലേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുങ്ങാൻ ആൾ കാണത്തില്ല. നിർമ്മലമായ ദൈവവചനം. ഒരു പാസ്റ്ററിന് സ്വത്ത് സമ്പാദിക്കാൻ പറ്റുമെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി ഒരിക്കലും പറ്റത്തില്ലെന്നേ പറയും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും സ്തോത്രയായ്മ കയ്യിൽ കൊടുക്കുന്ന സാധനം വെച്ച് ഭൂമി വാങ്ങാനോ അവരുടെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ ഒരിക്കലും പാടില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കിട്ടുന്നത് ദാനമായി കിട്ടുന്നത് എന്ത് ചെയ്യണം? ദാനമായി കൊടുത്തു. അത് കൂട്ടിവെച്ച് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി BMW വാങ്ങി വില കൂടിയ ജീവിത സാഹചര്യങ്ങളോട് മുമ്പോട്ട് പോകുന്ന ഒട്ടനവധി പാസ്റ്റർമാർ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക ഈ കാലഘട്ടം. ഇവിടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഇവർക്ക് തിന്നാനില്ലായിരുന്നു, കുടിക്കാനില്ലായിരുന്നു, ഉടുക്കാനില്ലായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഏത് തിന്നണം, ഏത് ഉടുക്കണം, ഏത് വണ്ടി എടുക്കും പോകണ്ടേ? ഇപ്പോൾ നമുക്ക് ഏത് എടുക്കണ്ടേ? ഇന്നോവ എടുക്കണോ അതോ മറ്റോ പോലീസ് എടുക്കണോ? ഇഷ്ടം പോലെ വണ്ടി ആയി, കിണ്ടിയായി. ദൈവം മുഴുവൻ ചോർന്നു പോയി. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ക്ഷമിക്കണേ, ചില ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ തിരികി 1 വെള്ളം 2 വെള്ളം 3 വെള്ളം പിഴിഞ്ഞെടുക്കാൻ പറയും. ആ 3 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത ആ തേങ്ങാപ്പീരയ്ക്ക് പിന്നെ വല്ലതും ഉണ്ടോ? ആ പരുവത്തിലായി കിടക്കുക. പിന്നെ എന്നെ സഭയെ ഉപദേശിക്കാനാ? എന്നെ ഉപദേശിക്കുക? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ എന്നുള്ളത് അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിച്ചെടുക്കണം. അപ്പോസ്തലന്മാരിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം ശുശ്രൂഷ. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ ശുശ്രൂഷ വൃന്ദങ്ങൾ ഉപദേശിച്ച ഉപദേശവും പ്രമാണവും നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അത് സഭയെ ഉപദേശിക്കണം. ഹല്ലേലൂയ. പത്രോസ് എങ്ങനെ ഉപദേശിച്ചു? പൗലോസ് എങ്ങനെ ഉപദേശിച്ചു? യാക്കോബ് സഭയെ എങ്ങനെ ഉപദേശിച്ചു? യൂദ എങ്ങനെ ഉപദേശിച്ചു? യോഹന്നാൻ അപ്പോസ്തലൻ എങ്ങനെ ഉപദേശിച്ചു? അവർ സഭകളെ എങ്ങനെ ഉപദേശിച്ചു? റോമാസഭ, കൊരിന്ത് സഭ, എഫേസ്യ സഭ, ഗലാത്യ സഭ, ഫിലിപ്പിയ സഭ, കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ, ആ സഭകളെ എങ്ങനെ ഉപദേശിച്ചു? അതേ നിലവാരത്തിൽ സഭകളെ ഉപദേശിച്ച് ആ വിശുദ്ധിയുടെ ഉപദേശം കൊണ്ട് സഭയെ പരിപോഷിപ്പിച്ച് വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി സഭയെ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആള് കാണത്തില്ല. ഇങ്ങനെയൊക്കെ പറയരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാണ്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ പഠനമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ ലേഖനങ്ങളിലൂടെയൊക്കെ പഠിച്ചു നോക്കുമ്പോൾ പൗലോസ് ശക്തിയോടെ സഭയെ ഉപദേശിച്ചേക്കും. പത്രോസ് അങ്ങനെ തന്നെ. ഇപ്പൊ പത്രോസിന്റെ വചനം നമ്മൾ കേട്ടില്ലേ? എത്ര ഭയങ്കരമായ ഉപദേശമാണ്. ഞാൻ അവിടുന്ന് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുക. സ്തോത്രം. ഇത്തിരി വിഷയങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, അതുകൂടി പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കും. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കു കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സ്ഥലം ചിന്താലും അവന് പറ്റുള്ളൂ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. ഈ തക്ക സമയത്ത് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ കാണുന്ന ഈ ഉയർച്ച ഭൗതിക ഉയർച്ച അല്ലവേ അല്ല. ആത്മീകമായി നമ്മളെ ഉയർത്തുവാൻ, ആത്മീകമായി നമ്മളെ സ്വത്രം ശക്തിയോടെ നിർത്തുവാൻ. ഈ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. ആ 2:9.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും ആ ആ ആ ആ ആ ആ മതി മതി മതി. ആ 9 വാക്യം മാത്രം വായിച്ചാൽ മതി. അവിടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ ഇതേ തോന്നിയിട്ടില്ല. അത് ഭൗതിക അനുഗ്രഹമാണെന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കൾട്ട് ഉപദേശികൾ ഇന്ന് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അവരത് ഉപദേശിച്ച് അവരെല്ലാം കോടീശ്വരന്മാരായി നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരായി മാറി. എന്നാൽ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രൂപാന്തര ശരീരം, പുതിയ ആകാശം, പുതിയ ഭൂമി, 1000 ആണ്ട് വാഴ്ച, സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ കലവറകൾ, അതാണ് അവിടെ പറയുന്നത്. ഇത് പ്രസംഗിച്ച് ഒരുത്തന് 9 ആളുണ്ടെന്നാണ് പറയുന്നത്. കേരളം മുഴുവൻ അല്ല ഇന്ത്യ മുഴുവൻ. ദൈവം പുള്ളി അങ്ങ് അനുഗ്രഹിച്ചു. സാത്താൻ്റെ ഏജന്റായി ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ബെൽറ്റ് മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി എന്ന് പറയുന്നത് തുള്ളിച്ചാടുക. പ്രിയമുള്ളവരെ, അതല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആത്മീക സമ്പന്നതയെ അവിടെ വിവക്ഷിക്കുന്നത് അപ്പോസ്തലൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. ഇതിനെ ഭൗതികവൽക്കരിക്കുക. ആത്മീയ അനുഗ്രഹങ്ങളെ ഭൗതിക അനുഗ്രഹങ്ങളാക്കി മാറ്റുക. വചനത്തെ കോട്ടിക്കളയുന്നു, കൂട്ടിച്ചേർക്കുന്നു, മറിച്ചു കളയുന്നു. ദാറ്റ് ഈസ് ഗ്രേറ്റ് സിൻ. വലിയ പാപമാണ്, ചെയ്യരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവത്തിൽ താണിരിക്കുക. ആത്മീയമായി നമ്മളെ ഉയർത്തും, ആത്മീയമായി നമ്മളെ അനുഗ്രഹിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കും. നമ്മളിപ്പോൾ ദാരിദ്ര്യവാസികളായിട്ട് കിടക്കുക. ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് ശരി, പക്ഷെ നമ്മൾ ആത്മീക ദാരിദ്ര്യത്തിന്റെ കൊടുമുടി കിടക്കുക. ആ ആത്മീയ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിന് ദൈവത്തിൽ താണിരിക്കണം. പത്രോസ് അത് പറയുന്നത്, താണിരിക്കണം. താണിരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നമ്മളെ തന്നെ വെറുമയെന്നെണ്ണി ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ ആത്മീയമായി ഉയർത്തും. അതിന് പകരം എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നേ? കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ഷോമൂലൊക്കെ ഈ വചനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പറയും. ഞാനത് കേട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഈ ദുരുപദേശങ്ങളെല്ലാം കണ്ണിച്ചാ പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് വലിയ മാർക്കറ്റൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. വലിയ ആൾക്കൂട്ടൊന്നും പുള്ളിയുടെ ശവസംസ്കാരത്തിന് കൂടിയില്ല എന്നൊക്കെയാ പറയണേ. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ മരിച്ചപ്പോഴും ഒരു വലിയ പാസ്റ്റർ പറഞ്ഞതാണ്, പാസ്റ്റർ മരിച്ച വലിയ ആളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ പുള്ളി മരിക്കുന്ന ആള് കൂടി ആളെ സ്വർഗത്ത് പോയി. എന്തൊക്കെയാ അവർ മനസ്സിലാക്കുന്നത്? ആള് കൂടിയ പാമ്പ് ചാവുവോ പാസ്റ്ററെ? നല്ല മിടുക്കന്മാരായ ധൈര്യശാലികളായ 2-3 പേര് വടിയുമായിട്ട് ഇറങ്ങിയ പാമ്പ് ചാവും. അല്ലാതെ ഒരു പാമ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞൊരു 10-100 എണ്ണം കൂടി വന്നാൽ എന്ത് ചെയ്യും? പാമ്പ് എല്ലാത്തിനെയും കടിക്കും പിടിച്ച്. സ്തോത്രം. അതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഒരു വാക്യത്തിൻ്റെ അതിൻ്റെ മുമ്പോട്ടും പിമ്പോട്ടുമുള്ള വേദഭാഗങ്ങളെ കോർത്തിണക്കി പഠിച്ചു വേണം ഒരു ഉപദേശം പ്രസംഗിക്കാൻ. ഇവിടെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം വിവക്ഷിക്കുന്നത്, മറിച്ച് ആത്മീകമായ അനുഗ്രഹത്തിൻ്റെ കലവറകളെയാണ് ഇവിടെ പത്രോസ് എടുത്തു പറയുന്നത്. സ്തോത്രം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. നിഗളിച്ച് നടന്നാൽ നിഗളികളോട് എതിർത്ത് നിൽക്കുക. താണിരിക്കുന്നവർക്കാണ് കൃപ ലഭിക്കുന്നത്. താണനിലത്തെ നീരോട് കൊള്ളുന്ന ലോകത്തിൻ്റെ ഭാഷ. സ്വത്രം 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 സ്വത്രം. ഇനി അവിടെ ഞാൻ മുമ്പോട്ട് പോകുക. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയുമായി ആ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കും. പത്രോസ് ഈ പറയുന്ന വിഷയം വളരെ ഗൗരവമായിട്ട് പഠിക്കും. നിർമ്മതരായിരിക്കുക, അഹങ്കാരമില്ലാത്തവരായിരിക്കുക, ഉണർന്നിരിക്കുക. ഉറങ്ങാതിരിക്കണമെന്നല്ല, ആത്മീകമായി ഉണർന്ന് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ആത്മീക പഠനങ്ങളിലും ആയിരിക്കുക. ഞാൻ വരുവോളം പ്രാർത്ഥന, വചനധ്യാനം. ഒരു പൗലോസ് തിമോഥെയോസിനോട് പറയും, ഞാൻ വരുവോളം എന്ത് ചെയ്യുക? പ്രാർത്ഥനയിലും വചന പഠനത്തിലൊക്കെ ആയിരിക്കും. അല്ല ചുമ്മാ ഇരിക്കാനല്ല.
ദേവദാസന്മാർ എപ്പോഴും എന്നെ സംബന്ധിച്ചോളം പഠിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. വേദോസം വായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. നല്ല നല്ല കാതലായ വിഷയങ്ങളെടുത്ത് പഠിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. മണിക്കൂറുകൾ പോകും അറിയത്തില്ല. നിർമ്മതരായി ഉടന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗി. അപ്പം നമുക്കൊരു പ്രതിയോഗി ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ദൈവസഭയ്ക്കൊരു പ്രതിയോഗിയുണ്ട്, അത് പിശാചാണ്. ഏദൻ തോട്ടത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. അതേ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനോടുള്ള വൈരാഗ്യത്തെക്കുറിച്ച് ഒരു വേദപണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നെ എന്ത് ചെയ്ത? ശാസിച്ച് പുറത്താക്കിയുണ്ട്, വെട്ടി തറയിലിട്ടു. അതാണ് അവൻ്റെ വൈരാഗ്യം. ലൂസിഫറിൻ്റെ കാര്യം അവിടെ പറയുന്നേ. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, സിംഹമല്ല, അപ്പൊ തന്നെ എന്താ? സിംഹം പോലെ, അലറുന്ന സിംഹം എന്ന പോലെ. പിന്നെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു 3-4 മാസം, ഒരു 6 മാസമായി ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ എനിക്ക് ഒരു മെസ്സേജ് തന്നു. അത് ഇതാണ്: പിശാച് സഭകളെ വിഴുങ്ങിയിട്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇതെന്ത് പാടും, പിശാച് സഭകളെ വിഴുങ്ങിയിട്ടിരിക്കുക. ഇതെങ്ങനെ ഇത് വിഴുങ്ങിയിട്ടിരിക്കുന്നു? കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ പിന്നിൽ. ഉപദേശം പറയുന്നില്ല, ചെപ്പടി വിധികൾ കാണിച്ചുകൊണ്ടിരിക്കുക, ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, ഇങ്ങനെ ദൈവാവസ്ഥ വിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ വന്നപ്പോൾ പിശാച് എന്ത് ചെയ്തു? സഭയെ വിഴുങ്ങിയിട്ടിരിക്കുക. 100% ശരിയാ. ആ പാസ്റ്റർ പറഞ്ഞതിന് ഞാൻ അടിവരയിടുന്നു. സഭ ആയിരിക്കേണ്ട വ്യവസ്ഥയിൽ നിന്ന് സഭ എന്ത് ചെയ്തു? വ്യതിചലിച്ചു പോയി. ഇപ്പൊ ഇസ്രായേൽ സഭയെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദുഷ്ടസഭ. ഈ ദുഷ്ടസഭ എത്രത്തോളം എന്നോട് പിറുപിറുക്കും, ഈ ദുഷ്ടസഭ എത്രത്തോളം അനുസരിക്കാതെ. അതുകൊണ്ട് ദുഷ്ടസഭയ്ക്ക് എന്ത് പറ്റി? 2 പേരൊഴികെ ബാക്കിയെല്ലാം പട്ടുപോയി മരുഭൂമിയിൽ. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ നശിച്ചുപോയി, അവർ മുടിഞ്ഞുപോയി. അവർക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാന പാപങ്ങളിൽ ഒരു പാപമാണ് ദുശാഠ്യം. ദുശാഠ്യം, ദുശാഠ്യം. കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യാ? ശഠിക്കുക. ദുശാഠ്യം, ശാഠ്യം, മത്സരബുദ്ധി പോലെയാ, പാപമാണ്. ഒരു തെറ്റ് തിരുത്തുമ്പോൾ അത് തിരുത്താതെ ശാഠ്യം കാണിച്ചാൽ എന്താണത്? പാപമാണ്, ഗ്രേറ്റ് സിന്ന. ഇസ്രായേൽ ജനത്തിൽ അത് ഉണ്ടായെന്നാണ് പറയുന്നത്. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകും, നീ ദുശാഠ്യമുള്ള ജനമാകും, അതുകൊണ്ട് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് ഞാൻ എത്തിക്കത്തില്ല. കൈയോർത്തി ദൈവം സത്യം ചെയ്തു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 28, അതൊരു പ്രസംഗ വിഷയമാണ്. ഒരു ദിവസം ഞാനത് പ്രസംഗിക്കാതിരിക്കുക, അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല അധികം. അവരെ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് കൈയുയർത്തി സത്യം ചെയ്തു. ദൈവം കൈയുയർത്തി സത്യം ചെയ്തെന്ന് 430 ചില്ലുവാനം സംവത്സരം അടിമുഖത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം വിടുവിച്ച് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് ദൈവം അവരെ പുറപ്പെടുവിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ ദാസനായ മോശ മുഖാന്തരം ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന് ഞാൻ കൈയോർത്തി സത്യം ചെയ്തു. എന്നാൽ എൻ്റെ പ്രമാണത്തിൽ അവർ നിൽക്കാത്തത് കൊണ്ട്, എൻ്റെ വ്യവസ്ഥയിൽ അവർ നിൽക്കാത്തത് കൊണ്ട്, ദുശാഠ്യമുള്ള ജനമായി മാറിയത് കൊണ്ട്, അവർ പാപം ചെയ്ത് അന്യപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ പിന്നെയും കൈയുയർത്തി സത്യം ചെയ്തു, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. എന്ത് മനസ്സിലായി? ഈ പ്രസംഗത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? പൊട്ടന്മാരെ പോലെ കേട്ടുകൊണ്ടിരിക്കുകയല്ല, ഗൗരവത്തോടുള്ള വിഷയങ്ങളാണ്. രണ്ട് പാട്ടുപാടി അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വെച്ച് തുള്ളി കിടന്ന് ഉറഞ്ഞു തുള്ളുന്നതൊന്നുമല്ല വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവിച്ച് വിശുദ്ധമായി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അനുദിനം പ്രാർത്ഥന, വചനധ്യാനം, വിശുദ്ധ ജീവിതം, അതിലൂടെ ദൈവരാജ്യം പ്രാപിക്കാനുള്ള ഒരുക്കം, ഓട്ടം. അതാ ക്രിസ്ത്യ ജീവിതം. ആൾക്കാർ വിവരിക്കുന്നൊന്ന് വെള്ളത്തിൽ മുങ്ങി 2 അന്യഭാഷയും കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നൊന്നും ആയില്ല, പച്ച പോലും തൊട്ടില്ല. രക്ഷാസ്നാനം, അഭിഷേകം, 3 ദിവസത്തെ വഴി ദൂരം ഇസ്രായേൽ മക്കൾക്ക് പോയി ആരാധിക്കണമെന്ന് ദൈവം കൊടുത്ത വ്യവസ്ഥയുടെ ഒരു നിറവേറലായിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം.
ആ നിഴൽ എന്നുള്ള വിഷയത്തിൻ്റെ പൊരുളായിട്ട് നമുക്ക് പഠിക്കാം. രക്ഷ, സ്നാനം, അഭിഷേകം. എന്നാൽ അതിനുശേഷം പിന്നെ ഓട്ടം, ജീവിതം മുൻപിൽ ഉണ്ട്. ഓട്ടം ഓട്ടം ഓട്ടം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്ക്. അതിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ യേശുവിനെ ധ്യാനിക്കുക, യേശുവിനെ നോക്കുക. ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തണം. യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് കൊടുത്ത കൽപ്പന അനുസരിക്കുക. കർത്താവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ, അല്ല എന്താ? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്ന നിങ്ങളുടെ സകല ചിന്താലും അവൻ്റെ മേൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെ യാഗത്തിന് വേണ്ടി ഇസഹാക്കിനെ വെട്ടുവാൻ കത്തിയെടുക്കുമ്പോൾ അബ്രഹാം കാണുന്നത് ഒരു കാട്ടിൽ ഒരു ആടുംകുട്ടി കുരുങ്ങിക്കിടക്കുന്നത്. അപ്പൊ അബ്രഹാമിൻ്റെ തീവ്രമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായ ആ കത്തിയെടുത്തുള്ള ഓങ്ങൽ ദൈവം കണ്ടു. കണ്ടിട്ട് അബ്രഹാമിന് വേണ്ടി ഒരു യാഗവസ്തുവിനെ ദൈവം കരുതി. അങ്ങനെ നമുക്ക് വേണ്ടി കരുതി. നമുക്ക് വിശ്വാസമില്ല, നമ്മളെല്ലാം വിശ്വാസം കുറഞ്ഞ ആൾക്കാരാ. സ്തോത്രം. ഇതുപോൽക്കാലം വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുക. ആഴമായ വിശ്വാസം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മളിപ്പോൾ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അത് കിട്ടുന്നുണ്ട്. അത് കിട്ടി അവസാനം നരകത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരായി ഇന്നത്തെ ക്രൈസ്തവോളം നല്ലൊരു ശതമാനം തീർന്നു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, പ്രത്യാശ വർദ്ധിക്കണം, നമ്മുടെ സന്തോഷം വർദ്ധിക്കണം, നമ്മുടെ സമാധാനം വർദ്ധിക്കണം, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം, നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾ വർദ്ധിക്കണം. മറ്റതൊക്കെ ഇച്ചിരി കുറഞ്ഞിരുന്നാലും ഉണ്മാനവും ഉടുപ്പാനും ഉണ്ടെന്ന് വെച്ചാൽ തന്നെയും ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെച്ച് അത് ഇച്ചിരി ആണെങ്കിലും കുറവാണെങ്കിലും എത്ര കിട്ടിയെങ്കിലും അതിലൊന്നും വിഷയമല്ല. ആത്മീകമായ വർധനവ് നമുക്കുണ്ടാകണം. വിശ്വാസം വർദ്ധിച്ച ഒരു വിശ്വാസം ഉണ്ടാകണം. പ്രത്യാശ വർദ്ധിച്ചൊരു വിശ്വാസം, പ്രത്യാശ. മക്കദോന്യ സഭയ്ക്കുണ്ടായ സന്തോഷം എന്തായിരുന്നു? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. കഷ്ടതയിലൂടെ പോകുമ്പോഴും സഭ സന്തോഷിച്ചു കൊണ്ടിരുന്നു കർത്താവിൽ. ഇന്നത്തെ സഭ സന്തോഷിക്കുന്ന മുഴുവൻ ലോകത്തിലാണ്. ലോകത്തിൽ സന്തോഷിക്കുന്ന സഭയാണ് ഇന്നത്തെ പുതിയ നിയമ വിശ്വാസികളിൽ 90% എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ലോകത്ത് സന്തോഷിക്കാൻ നമുക്ക് ഒരു വകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ലോകത്ത് എന്ത് സന്തോഷിക്കാനാണ്? നാളെ ഒരു ബംഗ്ലാദേശ് ഇന്ത്യ തീരുമെന്ന് ഓർത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? നാളെ ചീറിപ്പാഞ്ഞ് വരുന്ന യുദ്ധം നടക്കുമ്പോൾ 2 നമ്മുടെ മണ്ടയ്ക്ക് വീഴുമെന്ന് ഓർത്താൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? നമ്മുടെ യുവതലമുറ ഓർത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? ഗുണം പിടിക്കാത്തങ്ങളെ ഓർത്ത് പല സന്തോഷത്തിന് വകയുണ്ടോ? വാരി വലിച്ച് തിന്നുമ്പോഴുള്ള സന്തോഷത്തിന് വകയുണ്ടോ? ഈ വിഷാംശമല്ലേ വാരി വലിച്ച് തിന്നുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം ഞാൻ പിന്നെയും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുക. കർത്താവ് നമുക്ക് തന്ന വചനത്തിൻ്റെ വെളിപ്പാടിൽ സന്തോഷിക്കുക. കർത്താവ് നമുക്ക് തന്ന ആത്മീയ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക. കർത്താവ് നമുക്ക് തരുന്ന ദൈവരാജ്യത്തിലെ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. എന്തായി കരുതുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ എന്ന് പറഞ്ഞാൽ എന്തായി കരുതുന്നത്? എൻ്റെ ചോദ്യം. നിങ്ങളുടെ ചിന്താകുലവും കർത്താവിൽ ഇട്ടുകൊള്ളാൻ അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്ന് പറഞ്ഞാൽ എന്തായി കരുതുന്നത്? രൂപാന്തര ശരീരം. എന്തായി കരുതുന്നത്? 1 രൂപാന്തര ശരീരം, 2 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം വാഴുവാൻ, 3 പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം നമുക്കായിരിക്കും. അതാ നമ്മുടെ സന്തോഷം. യേശുക്രിസ്തു രാജാവായിട്ട് വരുമ്പോൾ കർത്താവിനോടൊപ്പം നമുക്ക് വാഴാമെന്നുള്ള സന്തോഷം. ശിഷ്യന്മാരതല്ലേ ചോദിച്ചു, ഈ കാലത്തിലോ നീ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചവരവര്. ഇനി കഷ്ടതയൊക്കെ മാറി നീ രാജ്യം യഥാസ്ഥാനമാക്കുകയാണെങ്കിൽ ഇടത്തും വലത്തുമൊക്കെ ഞങ്ങളിരുന്നിങ്ങനെ ഇസ്രായേൽ ഗോത്രം 12നെയും വാഴാനുള്ള സമയമായോ എന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്നത്. അവരടികൊണ്ട് രക്തസാക്ഷികളായി
അവർ കഷ്ടതയുടെ തീച്ചൂളിലൂടെ പോകാനായിട്ട് അവരെ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോൾ അവർ ചോദിക്കുക, ഈ കാലത്തിലോ നീ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളായി ജീവിക്കാനാണ് കർത്താവ് അവരെ പ്രബോധിപ്പിച്ചത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് രൂപാന്തര ശരീരം നമ്പർ 1. നമ്പർ 2, 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാം. നമ്പർ 3, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം പുതിയ ആകാശം പുതിയ ഭൂമിയിലായിരിക്കുമെന്നുള്ള ആ മനോഹര കാര്യം, അതാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചേക്കുന്നത്. ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അവര് ആകാത്തത് പ്രവചിച്ച്, എനിക്കറിയാം, മക്കൾ ഗുണമില്ലാത്ത മക്കളുടെ വീട്ടിൽ വന്നിട്ട് ദൈവം അവരെ വിദേശത്ത് അയക്കാൻ പോവാം. അവനൊക്കെ കള്ളം കുടിച്ച് വല്ലയിടത്തും കിടന്ന് വല്ലവൻ്റെയും തല്ലും കൊണ്ട് വല്ലവനെയും തല്ലി വല്ലവനും തല്ലി ജീവിക്കുക. പ്രവാചകന്റെ പ്രവചനം എന്താ? അവരെ കർത്താവ് മാനിക്കാൻ, കള്ളുഷാപ്പിലിട്ട് അവർ മാനിച്ചുകൊണ്ടിരിക്കുക. അവര് ഇവിടെ പ്രവാചകന്റെ പ്രവചനം എന്താ? മക്കളെ ദൈവം ഉണർത്തിയെടുക്കാൻ പോവുക. കാരണം എന്നാലേ പ്രവാചകന്റെ പേഴ്സിലേക്ക് വല്ലവും വന്ന് കയറത്തുള്ളൂ. അതുകൊണ്ട് ഒരു പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ പോയി വീണാൽ അവൻ നിങ്ങളെ കശാപ്പ് ചെയ്യും. എനിക്കത് പറയാൻ ഒരു മടിയുമില്ല. പൗലോസ് പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചേ, സമയം ഇല്ല നമ്മുടെ മുമ്പിൽ, ചുരുങ്ങിയ സമയമുള്ളൂ. വായിച്ചേ. 20-ന്റെ 20 വായിച്ചേ. 20-ന്റെ 20 ആദ്യം വായിച്ചേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിങ്കിലേക്കുള്ള മനസ്സ്. ഇനി അടുത്ത 28 വായിച്ചേ. എല്ലാം വായിക്കാൻ സമയമില്ല. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം 27 ഒന്ന് വായിച്ചു. 27 കൂടി ഒന്ന് വായിച്ചേ. അവിടെയാണ് നമുക്ക് കിട്ടേണ്ട ആശയം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. മതി, അവിടെ അത് മാത്രം മതി. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. പെന്തക്കോസ് സമൂഹമേ, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ ഇടപെടൽ അപ്പോസ്തലൻ അറിയിച്ചു തന്നത് മുഴുവൻ അപ്പോസ്തലൻ നമുക്കായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചന തൻ്റെ ലേഖനങ്ങൾ ഉടനീളം വായിച്ചു പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടും, യാതൊരു സംശയവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മൊത്തം 21 ലേഖനങ്ങളാണ്. ഈ പൗലോസ് എഴുതിയതും പത്രോസ് എഴുതിയതും യോഹന്നാൻ എഴുതിയതും യാക്കോബ് എഴുതിയതും യൂദ എഴുതിയതും ദൈവത്തിൻ്റെ ആലോചന തന്നെയാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ഉപദേശം. ഇതന്വേഷിച്ച് നിങ്ങൾ പ്രവാചകന്മാരുടെയൊക്കെ പോണ്ട. ധർമ്മക്കണ്ണൻ ഉപദേശി എന്നും പറഞ്ഞൊരു പ്രവാചകൻ വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത് വന്നതാ. ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ബൈക്കിന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാസ്റ്ററുടെ വീട്ടിൻ്റെ മുമ്പിൽ ബൈക്കും കാറും ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഞാൻ ചോദിച്ചു, അടുത്തൊരു സഹോദരൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ധർമ്മക്കണ്ണൻ ഉപദേശി വരുന്നു, പ്രവാചകൻ വരുന്നു, അതുകൊണ്ട് പ്രവചനം കേൾക്കാൻ വന്നിരിക്കുക ഇവിടെ എല്ലാവരും. അപ്പോൾ പൗലോസ് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചു തന്നിട്ടുണ്ട്. വായിച്ചു പഠിച്ച ദൈവത്തിൻ്റെ ആലോചനയായി. ധർമ്മക്കണ്ണം പറയണമെന്നും ദൈവാലോചന ആകണമെന്നും എനിക്ക് തോന്നുന്നില്ല. അവർ കഞ്ഞിക്ക് വേണ്ടി പലതുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കും. അവർ വല്ലതുമൊക്കെ വിളിച്ചു പറയും. അതിൽ 1-2 5 പറഞ്ഞാൽ 1 നിറവേറിയെന്നവരും. ഇവിടെ മനഃശാസ്ത്രം പഠിച്ച് പറയുന്ന കള്ളപ്രവാചകന്മാർ കുമിള് പോലെ മുളച്ചു കിടക്കുക. ഞങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ കൊച്ചുമോൻ മനഃശാസ്ത്രം പഠിച്ച് അവരുടെ ഉള്ളിലിരിക്കുന്നത് വിളിച്ചു പറയൂ എന്ന് താൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ കയറി പിടിച്ചു, അവനെ പിടിച്ചു. അപ്പൂപ്പൻ അവനെ പിടിച്ചു. നീ പറയണ എന്താന്ന് ചോദിച്ചു. അപ്പാ ഞാൻ മനഃശാസ്ത്രം പഠിച്ചവൻ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. നിർത്താൻ പറഞ്ഞത്.
മനഃശാസ്ത്രം പറഞ്ഞ് പ്രവചിക്കുന്നവരും ഊഹാഭോഗങ്ങൾ പറഞ്ഞ് പ്രവചിക്കുന്നവരും ആയ ഒരു വലിയ കള്ളപ്രവാചകന്മാരുടെ വലിയ നിര പെന്തക്കോ സമൂഹം മുഴുവൻ നിരങ്ങിക്കൊണ്ടിരിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ആകാത്ത വേലക്കാരാണ് കള്ളപ്രവാചകന്മാർ. എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യം തെളിയിച്ച് പറയാൻ താല്പര്യമുണ്ട്. ഈ പഴയ നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, ന്യായപ്രമാണ കാലഘട്ടത്തിൽ, ഒരു പ്രവാചകന്റെ ആവശ്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചിരുന്നു. പ്രവാചകന്മാർ ദൂത് പറയുക, ആലോചനയൊക്കെ പറയുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇത് പ്രവചനമാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ പ്രവചനങ്ങളാ. പൗലൂസിന്റെ പ്രവചനം, യോഹന്നാന്റെ, യാക്കോബിന്റെ, യൂദയുടെ ഒക്കെ പ്രവചനങ്ങൾ അവർ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ, യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ വലിയ പ്രവാചകന്മാർ, ഹോശേ മുതൽ മലാഖി വരെയുള്ള ചെറിയ പ്രവാചകന്മാർ, ഇതിലെല്ലാം ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളാണ്. അതെല്ലാം ഓരോന്നോരോന്ന് നിറവേറിക്കൊണ്ടിരിക്കുക. അവർ തന്നെ പുതിയ നിയമസഭയെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. ആ പ്രവചനം എടുത്ത് പറയുന്നതും പ്രവചനം തന്നെയാണ്. പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ പഠിച്ചു പറയുന്നതും പ്രവചനം തന്നെയാണ്. എങ്ങനെ വിശ്വസിക്കാം? പ്രവൃത്തി 15:30-32 യൂദയും ശീലാസും പ്രവാചകന്മാരാകയാൽ, എടുത്ത് വായിക്കത്, അത് വാക്യം പഠിച്ചു വയ്ക്കുക. പ്രവൃത്തി 15:32. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാരാണ്. ഞാനിപ്പോൾ ഒരു പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. യൂദയും ശീലാസും പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും എല്ലാം പ്രവാചകന്മാരാണ്. അവർ വചനങ്ങളെ കൊണ്ട് പറഞ്ഞ് സഭയെ ഉറപ്പിച്ചു. എന്താ ഇത്ര സംശയം? വചനമല്ലേ ഞാൻ പറഞ്ഞത്? കള്ളപ്രവാചനവും ദൂരുപദേശങ്ങളും കേട്ട് കിടക്കുന്ന ഗുണം പിടിക്കാത്ത വിശ്വാസികളോട് ഇത് പറയുമ്പോൾ അവർക്കിത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇപ്പം ഞാനെന്ത് ചെയ്യാനാ? അക്കൂട്ടത്തിലായിരുന്നു 25 വർഷം എൻ്റെയും നഷ്ടപ്പെട്ടു പോയി. 25 years. ഒരു വയോവൃദ്ധനായ മനുഷ്യൻ പ്രവചനം എന്താണ്, പൊത്തം എന്താണ്, ഉപദേശം എന്താണ്, ദുരുപദേശം എന്താണെന്ന് പറഞ്ഞു തന്നപ്പോഴാണ് കണ്ണു തുറന്നത്. അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് കേട്ടനുസരിച്ചോ സ്വർഗത്ത് പോവാം, അല്ലെങ്കിൽ നിത്യത നഷ്ടമാകും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എല്ലാം തീർന്നിരിക്കുക. എല്ലാത്തെയും കൂടി പിടിച്ച് ഒരു ബംഗ്ലാദേശായി ഇന്ത്യ തീരുമെന്ന് എല്ലാവരും പേടിച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു ബോംബ് ഒന്ന് വീണ് എല്ലാത്തിൻ്റെയും ഇടപാട് തീരുമെന്ന് പറയുമ്പോഴും പേടിച്ചിരിക്കുക. ഒന്നും വേണ്ട, ഒരു ജലബോംബായിട്ട് അവിടെ കിടപ്പുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ചിലർ. എനിക്കതിനേക്കാളും ഇഷ്ടം കർത്താവ് വരാൻ പോകുന്നു എന്ന് പ്രവചിക്കുന്ന എനിക്കിഷ്ടം. കർത്താവ് വരാൻ പോകണം, ഒരുങ്ങിക്കോ. മുല്ലപ്പെരിയാർ പൊട്ടാതെ പുതിയ ഡാം പണിതാലും ഭൂകമ്പം വന്നാൽ ചത്ത് നരയത്തിൽ പോകും നമ്മൾ. ശരിയല്ലേ? നേരെ ജീവിച്ചില്ലെങ്കിൽ. അതേസമയത്ത് കർത്താവ് വരുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് അനുയോജ്യമായി ക്രിസ്ത്യ ജീവിതം നയിച്ചാൽ സ്വർഗത്ത് പോകാം. അതാ എൻ്റെ പ്രസംഗം. മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ വിഷയമല്ലത്. അത് ലോകത്തിലെ വിഷയങ്ങളാണ്. യോഹന്നാൻ്റെ ലേഖനം പറയുമ്പോൾ അവർ ലോകക്കാരാകിയാൽ ലോകത്തിലുള്ളത് സംസാരിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകിയാൽ ദൈവത്തിൽ നിന്നുള്ളത് സംസാരിക്കുന്നു, സ്വർഗീയമായത് സംസാരിക്കുന്നു. നമുക്ക് ആരുടെ വാക്ക് കേൾക്കണം? അപ്പോസ്തലൻ പറയുന്ന ഉപദേശം കേൾക്കണമോ അതോ മനുഷ്യൻ പറയുന്നത് കേൾക്കണോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ മനുഷ്യരാശി മുഴുവൻ നശിച്ചു പോകാൻ ഈ കേരളം മാത്രമേ ഉള്ളൂ. ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 3-4 ജില്ലകൾ മാത്രമേ ഉള്ളൂ പോകത്തുള്ളൂ. മറ്റത് ബോംബ് വന്ന് വീണ, അണുബോംബ് വന്ന് വീണ എല്ലാ എണ്ണവും മുകളിലോട്ട് വലിക്കുന്ന ജീവശ്വാസം താഴോട്ട് വിടാൻ പറ്റാത്ത നിലയിൽ ചത്ത് വീഴും. ഇങ്ങനെ വലിക്കും, താഴോട്ട് ആ ശ്വാസം ഇടാൻ പറ്റത്തില്ല. ആ വലിച്ചു കയറ്റുന്ന വിഷാംശമായിരിക്കും അണുബോംബിൻ്റെ. രാസപ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നതോടുകൂടി. അതുകൊണ്ട് നമുക്ക് കാതലായ വിഷയങ്ങളിലേക്ക് കയറി പിടിക്കാം. കാതലായ വിഷയം ആണ്. മുല്ലപ്പെരിയാർ പൊട്ടുകയോ യുദ്ധമുണ്ടാകുകയോ. ഞാൻ ചോദിക്കട്ടെ,
നമ്മൾക്ക് എന്തൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവം എഴുതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ കാര്യങ്ങളെല്ലാം നടക്കും. നമ്മുടെ കൂടെയുള്ളൊരു സഹോദരൻ പറയും, സംഭവാമി യുഗേ യുഗേ, സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെന്ന് നോക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പ്രയോഗം, അതിൻ്റെ 16:21 എനിക്ക് തോന്നുന്നു. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേട്ടു. 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനേന്ദ്രങ്ങളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കടി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാ ആറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഇവിടെ പറയുന്നത്, അതിൻ്റെ മുമ്പുള്ള ഭാഗം പഠിക്കുമ്പോൾ, അത്തി മുതലായ വൃക്ഷങ്ങളെ നോക്കുകയും ഇവ തളർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇതൊക്കെയും കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. സകലവും സമാപിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ കാണും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമമുണ്ടാകും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആകാശത്തിലെ ശക്തികൾ അതിപ്പോൾ സംഭവിക്കാൻ പോവുക. ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നുവെന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടുകൂടി വരുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. ലോകത്ത് നടക്കാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിവർന്ന് തലകളെ ഉയർത്തണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.